വാ. ആരവിടെ നിക്കണ ഒരാള് നോക്കി കണ്ടു. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? അതെ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിതേ ഇന്ന് ഇവിടെ മൺഡേ, ഞങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ് എടുക്കാന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാ. പക്ഷെ അറിയില്ല എത്രത്തോളം അത് ഇതാവുന്നൊന്നും. ഞങ്ങളിതേ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആബിക്ക് ഇവിടെ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ ടോക്ക് വിത്ത് മീ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇവിടെ വന്നത്, എൻ്റെ ബാക്കിൽ ഒരു ബിൽഡിംഗ് കണ്ടോ, ഞങ്ങൾ ആ ബിൽഡിങ്ങിലാണ് വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. ഞങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അകത്ത് കയറിയിട്ട്. പക്ഷെ നമുക്കിവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അകത്തുനിന്ന്. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വന്നു സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് വഴിയെ നമുക്ക് വീഡിയോയിലൊക്കെ കാണാം എന്താണെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കതെല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് കാണാം കേട്ടോ. എനിക്ക് സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ചിട്ട് എനിക്ക് കണ്ണടിച്ചിട്ട് രക്ഷയില്ല. ഇവിടെ നിൽക്കാം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നാട്ടിലെന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇനി ഇവിടെ നേരെ പോയി ആബിക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കണം. എന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ കാണാം. ഹലോ. അപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ അപ്പം തന്നെ പോന്നായിരുന്നു. എന്താ വെച്ചാൽ ആബി അപ്പോഴത്തേക്കും കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അധികം സമയം ഇവിടെ നിന്നില്ല. അവൾക്ക് വിശന്ന് തുടങ്ങിയായിരുന്നു. ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് കൊണ്ടുപോയത് രാവിലെ തന്നെ. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ ടിമ്മിന്ന് ഒരു ചായ മേടിച്ചു. അത് പിന്നെ യൂഷ്വലി ഉള്ളതാണെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒന്ന് വാൾമാർട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അത് ട്രക്ക് നോക്കി കാണാൻ പാടില്ല അല്ലേ. സ്കൈ ഇത് നല്ല ക്ലൈമറ്റാ. സ്കൈ നല്ല, പക്ഷെ ചെറിയൊരു തണുപ്പുണ്ടെങ്കിലും നല്ലൊരു സ്കൈ ഒക്കെ ഒന്ന് കാണാൻ അടിപൊളി വെതറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നമ്മുടെ സ്ഥിരം വാൾമാർട്ട് വരെ വന്നതാ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് നമുക്ക്. നമ്മൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളന്ന് രശ്മിയുടെ വീട്ടിൽ പോയി കഴിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ റെസിപ്പി ഞാൻ അവക്കടുത്ത് ചോദിച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അത് അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വാൾമാർട്ട് എത്തിയതേ. ഇപ്പം ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ആബി അവനും കൂടെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നു. ആബി എവിടെ പോയേ രാവിലെ തന്നെ? ആബി എവിടെ പോയ രാവിലെ തന്നെ? ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവര് ഒരു 1.5 മണിക്കൂർ അല്ലേ സ്പെൻഡ് ചെയ്തു നമ്മളായിട്ട്. നല്ല രസമുണ്ടടാ സ്കൈ കാണാനായിട്ട്. ബാക്കില് ഇങ്ങനെ കുഞ്ഞു 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 പോർഷൻസ് ആയിട്ട്. എന്താണ് ഞങ്ങള് മറ്റേ ആബിയുടെ അപ്പോയിന്റ്മെന്റിനോട് പോയത്, ടോക്ക് വിത്ത് മീ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അവര് ഞങ്ങൾക്കാണ് ട്രെയിനിങ് വന്നത് അവിടെ ചെന്നിട്ട്. അതാ, അവര് നമ്മുടെ അടുത്താണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതായത് കൊച്ചിന് നമ്മള് എങ്ങനെയാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആക്കി എടുക്കാന്നുള്ളത്. അവര് പ്രധാനമായിട്ട് പറഞ്ഞ സ്ക്രീൻ ടൈം കുറയ്ക്കാനാ പറഞ്ഞത്. ഇവള് ഭക്ഷണം കഴിക്കുമ്പോൾ TV കണ്ട അവള് കഴിക്കത്തുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു സ്ക്രീൻ ടൈം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും. അതായത് ഇപ്പൊ നമ്മള് സ്ക്രീൻ എന്നാ പറഞ്ഞേ, സ്ക്രീൻ ടൈം എന്നുള്ള ഞാൻ കേട്ടെ. അത് നിന്റെ ചെവിയുടെ കുഴപ്പം. അപ്പൊ നമ്മള് എന്താ സ്ക്രീൻ ടൈം, അത് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നിനക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേൾക്കുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ സ്ക്രീൻ ടൈം അവരിങ്ങനെ കൈ കൊണ്ട് കാണിച്ചു 0, അതായത് വേണ്ട എന്നുള്ള രീതിയില്. പിന്നെന്താ പറഞ്ഞ അവര്, പിന്നെ കൊച്ചിന്റെ കൂടെ ഇരുന്ന് കളിക്കാനോ? അതെ, കൊച്ചിന്റെ കൂടെ ഇരുന്ന് നമ്മൾ അവരുടെ ലെവലിൽ ഇരുന്ന് കളിക്കാനാ പറഞ്ഞു. എന്നാലാണ് എന്നിട്ട് നമ്മള് അതിനിടയ്ക്ക് അവര് വേറൊരു കാരണം പറഞ്ഞു. അപ്പന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇരിക്കാൻ പാടാന്നറിയാം. അതെ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചോദിച്ചവരോട് എന്താണ്, കൊച്ചിനെ നമ്മൾ ഇംഗ്ലീഷ് ഇപ്പോൾ മലയാളത്തിലാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കണേ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ അവൾ പഠിപ്പിക്കണമെന്ന്, കാരണം അവൾ ഡേ കെയറിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മദർ ടങ്ക് നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. നിങ്ങൾ വീട്ടിൽ എപ്പോഴും മദർ ടങ്ക് സംസാരിക്കുക. പിന്നെ ഡേ കെയറിൽ വിടുകയാണെങ്കിൽ ഫ്രഞ്ച് വിടാതെ ഇംഗ്ലീഷിൽ വിട്ടാൽ മതി. എന്നിട്ട് ആദ്യം നിങ്ങൾ മലയാളത്തിൽ ബേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഡേ കെയറിൽ മാത്രം ഇംഗ്ലീഷ് സംസാരിക്കത്തക്ക രീതിയിൽ, അതിനുശേഷം വീട്ടിൽ വരുമ്പോൾ പിന്നെ മലയാളം മാത്രം, അങ്ങനെ ആക്കി എടുക്കാൻ പറഞ്ഞു. ഫ്രഞ്ച് പഠിക്കണമെങ്കിൽ അവള് സ്കൂളിൽ ചേർക്കുമ്പോ പിന്നെ ഞാൻ ഫ്രഞ്ച് ബൈലിംഗിൽ എങ്ങനെ ആക്കാൻ പറ്റണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, സ്കൂളിൽ ചെല്ലുമ്പോ സ്കൂളിൽ ഫ്രഞ്ച് സ്കൂളിൽ ചേർത്താ എന്ന് പറഞ്ഞു. വിളിക്കണോ?
അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞവർ. സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന സമയത്ത് ഫ്രഞ്ച് സ്കൂളിൽ ചേർക്കാനായിട്ട്. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നു. നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് പുള്ളിക്കാരത്തിന്റെ മോൾക്ക് ഇപ്പൊ 18 വയസ്സായി. ഇപ്പൊ പുള്ളിക്കാരത്തിന്റെ മോള് ബൈലിംഗിലാണ്. അപ്പൊ അവരിങ്ങനെയാണ് ട്രെയിൻ ചെയ്തതെന്ന് പറഞ്ഞു. സ്കൂളിൽ വിടുന്ന സമയത്ത് അങ്ങനെ ഫ്രഞ്ച് സ്കൂളിൽ ചെല്ലുമ്പോ അവിടെ ഫ്രഞ്ചും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്, 2 ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അവര് രണ്ടും പഠിച്ചോളും, ബൈലിംഗിൽ ആയിക്കോളും എന്നാണ് പറഞ്ഞത്. ശരിക്കും എന്താ പറയാ, ഒരു എക്സ്ട്രാ ഒരു ലാംഗ്വേജ് ഉള്ളത് എപ്പോഴും ഒരു ആഡ് ഓൺ ആണ്. നമുക്ക് കൊച്ചിന് ഡെവലപ്മെന്റ് ആണെങ്കിൽ എപ്പോഴും അങ്ങനെ നല്ലതാണത്. ചാവിടിച്ചിട്ടാണോ പോകുന്നത്? ഇല്ല, പയ്യൻ നടക്കാം. അവള് നേരെ വാൾമാർട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. അതിന്റെ അകം നിങ്ങൾക്ക് ഞങ്ങള് മിക്ക വീഡിയോസിലും കാണുന്നല്ലേ. ഇനി അവർക്ക് ബോറടിക്കും. ഇവിടത്തെ വേസ്റ്റ് വണ്ടിയാ പോകുന്നത്. $120 ആയിട്ടോ ടാക്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട്. അതിനകത്ത് $7 എൻ്റെ റിവാർഡ്സ് ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് $115 കണ്ടായി ഇപ്പൊ അതിൻ്റെ അകത്ത്. ഓ, നമ്മൾ അങ്ങ് അറ്റത്തല്ല വണ്ടി ഇട്ടാണേ. അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ സന്തോഷം, ഇറങ്ങുമ്പോ ഇല്ല. അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ സന്തോഷേ, ഇറങ്ങുമ്പോ ഇല്ല എന്ന് പറയുന്നത്. ആ ഒരു ഇച്ചിരി സാധനങ്ങൾ മേടിച്ചോണ്ട് എത്ര കാശ് നമുക്കിപ്പോ മനസ്സിലാവും എന്തോരം എന്താണ് ഇവിടെ നമുക്ക് വില കൂടിയെന്നുള്ള കാര്യം. ഗ്രോസറി നമ്മൾ കുറച്ച് മേടിക്കുമ്പോഴത്തേക്കും ഭയങ്കര പൈസ നമുക്ക് ഭയങ്കരമായിട്ട്. ഒരാഴ്ചത്തേക്ക് നമ്മള് മേടിക്കണേന് തന്നെ $150 സംതിങ് ആണ്. അല്ല, ഭയങ്കരമായിട്ട് ഗ്രോസറിയുടെ വില കൂടി ഭയങ്കരമായിട്ട്. എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് അതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കുക. അല്ല, മറ്റേ ഹോം റെന്റ് ആണെങ്കിലും കൂടിക്കൊണ്ടുവരില്ലേ ഇവിടെ? അതുണ്ട്. അതല്ല, അതിലേക്കാളും കൂടുതൽ ചെലവാണ്. ഹയറിംഗ് ഒരു പച്ചവണ്ടി എനിക്കറിയില്ല. ലാൻഡ്സ്കേപ്പ് മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നത് വല്ല ലോൺ ഇത് ചെയ്യണായിരിക്കും. അവര് ഹയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്ലൈ നോക്കിയാലോ? അപ്ലൈ നോക്ക്. എനിക്കിപ്പോ ആവശ്യത്തിനുള്ള പണിയുണ്ട്. എനിക്കുണ്ട് ഗൈസ്. എന്നെ ഇനി പണിക്കൂടാണല്ലോ നിന്റെ തന്ത്രം. നല്ല സ്കൈ. ഞങ്ങൾ അങ്ങനെ വാൾമാർട്ടിൽ നിന്ന് ഓടിച്ച് ഞങ്ങളിതേ ഇവിടെ ഒരു പാർക്കിംഗ് ലോഡിലേക്ക് വന്നേക്കാം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആബിക്ക് വിശന്നു. ആബിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ബാക്കിലേക്ക് ഇരുന്നു. ആബി ഇറങ്ങി നടക്കണ്ടോ? ആബി ഒരു ടാറ്റ കൊടുത്തേ. ആബി ഒരു ടാറ്റ കൊടുത്തേ. ആബി ടാറ്റയൊക്കെ പറയണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞേ. ആബി ഹായ്. ഗുഡ് ഗേൾ. കുറുക്കാണോ? പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇരുന്നിട്ട്. അടങ്ങിയിരുന്നാലും എനിക്ക് വായിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ആബിയുടെ പാപ്പ നിന്നട്ടോ. ആബിയായിട്ടുള്ള മൽപ്പിടുത്തം കഴിഞ്ഞു. ഞങ്ങള് ആബിക്ക് ഭക്ഷണം കൊടുത്തു. ഞങ്ങളത് ഇപ്പൊ ഇവിടെ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാട്ടോ. ശരിക്കും പറഞ്ഞത് ഇവിടെ അണ്ടർ ആർമറിന്റെ ഇതുണ്ടോ, ഔട്ട്ലെറ്റ് ഉണ്ടോ, അവിടെ വന്നാണ്. ഞങ്ങൾ അവിടെ വന്ന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കയറി നോക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാട്ടോ. മാസ്റ്റർ മൈൻഡ് ടോയ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ കൊറേയൊക്കെ ഷോപ്പ് ചെയ്തു അല്ലേ? അതെ, കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ ഒരുപാട് ഷൂവിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങളുടെ ഷൂ ഒക്കെ ഒരുപാട് ഷൂ ഉണ്ട്. കിടിലൻ ഷൂകളുണ്ടല്ലോ, അടിപൊളി. അതിനെന്താ റേറ്റ്? $85 ഓടി ആണോ? റണ്ണിങ് ഷൂ അടിപൊളി. ഇത് നൈസാണല്ലോ. എല്ലാം ഒരു സ്പോർട്സ് വെയർ ടൈപ്പ് സാധനങ്ങളല്ല. ഹുഡീസ്, പിന്നെ എന്താ ട്രാക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാ. ഷോർട്സ്, കോട്ട് സെറ്റ് ഒക്കെ ഉണ്ട്. ആബിയാണോ? രണ്ടും കൂടെ. നിങ്ങളിവിടെ ഡ്രസ് എടുക്കാൻ വന്നേക്കാണ്, അതവിടെ കളിക്കാൻ നിങ്ങൾ പുറത്തുനിന്ന് കളിക്കുക. വാ, നമുക്ക് നോക്കാം. കിടിലിന് ഓഫർ ഉണ്ട്. വാ, അത് ഷൂ ഉണ്ടോ? ഷൂ എല്ലാം കിടിലിൻ്റെ ഡിസൈൻ. വാ, ഈ ഷൂ ഓഫർ 50% ഓഫറിൻ്റെ ഷൂ കാണിച്ചല്ലേ. വാ, ഇരിക്കണ മൊത്തേ
50% ഓഫിന്റെ ഷൂകളാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂ. ആ ഇത് കൊള്ളാം, പക്ഷേ ഇത് സൈസ് 7 ആണ്. നിനക്ക് ഈ ഷൂ ഇഷ്ടപ്പെട്ടോ? അതും കൊള്ളാം, പിങ്ക്. ഡ്യൂട്ടിക്കും വിടാം അത്. ആ ഉണ്ടാപ്പിക്ക്. അതിന്റെ തന്നെ അതേ ഒരു കളറാണത്. അതെടുത്താ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാ. $85 ഉള്ളതിന്. അയ്യ ഇത് കൊള്ളാടാ, നല്ല കംഫോർട്ട് ആയിരിക്കും. ആണോ? നല്ല $85 ഉള്ളൂ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണേ. വേറെ ഏതാ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് 2 പേർക്ക് ഷൂ എടുക്കാം. ഇവിടുന്നാ നല്ല ഡീലുണ്ട്, നല്ല കിടിലൻ ഡിസൈനുമാണ്. എന്താ നിന്റെ അഭിപ്രായം? മറ്റേ ഇവിടുന്ന് വേണ്ടേ? ഏതാണ്? ഓണ്ടയോ? ഓണ്ടേ. എനിക്കിപ്പോൾ ഇത് ഇഷ്ടപ്പെടും, ഡിസൈൻ കൊള്ളാം. ഇതിൻ്റെ ഒക്കെ ഡിസൈൻ കൊള്ളാം. ഡിസൈൻ നോക്കി, ഇത് കൊള്ളാം. ലൈറ്റ്, ഒരു ലൈറ്റ് ഷെയ്ഡാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ സംഭവം കൊള്ളാം. നടന്നേ അങ്ങോട്ടേക്ക്. അങ്ങനെ ഷൂ എടുത്തു, കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ എടുത്തു. ഏച്ചാനും ഇവിടെ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൺഫ്യൂഷൻ ആണ്. ഒരെണ്ണം രണ്ട് സെയിം മോഡലാണ്, ഡിഫറെന്റ് കളർ കോമ്പിനേഷൻ ആണ്. ഇത് സ്റ്റോം എന്ന് പറഞ്ഞൊരു മോഡലാ. എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് കൂടുതൽ? എനിക്ക് ഇത്. എനിക്കും ഇതോട് തന്നെ ഇഷ്ടപ്പെട്ടു. ഇത് ഇച്ചിരി എന്താ ഒരു അതൊരു കുറച്ച് ലേഡീസ് ടച്ച് ഉണ്ട്. കുഴപ്പമില്ല, പക്ഷേ കുഴപ്പമില്ല. ബ്ലൂം കുഴപ്പമില്ല. ഇതിനേക്കാളും ഇടാൻ കംഫോർട്ട് എനിക്ക് ഈ രണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആണ് ഇട്ട് നടക്കുമ്പോ അല്ലേ. എനിക്കത് കംഫോർട്ട്. നമുക്ക് ഇത് എടുക്കാം അല്ലേ, കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. അന്ന് ഇത് എടുക്കാം. നിന്റെ ഷൂ നീ കാണിച്ചില്ലല്ലോ, സർപ്രൈസ് ആണോ? അത് അവർ എടുത്തോണ്ട് പോയല്ലേ? എടുത്തോണ്ട് പോയിട്ടാ, സർപ്രൈസ് ആയിട്ടല്ല. ഓക്കെ, ഇവിടെ എന്തൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. എനിക്കൊരു സാൻഡലും കൂടി എടുക്കാനുണ്ടായിരുന്നു. സാൻഡലിലും 50% ഓഫർ ഉണ്ട്. ഒരെണ്ണം സെലക്ട് ചെയ്യുന്നടാ. ഇതാണ് എടുത്തേക്കണേ. ഇത് 10 ആണ്. ഇത് എനിക്ക് കറക്റ്റ് ആണെന്നുള്ളേ. അതിപ്പോ സോക്സ് ഇട്ടല്ലേ ടൈറ്റ് തോന്നേ. സോക്സ് ഇടാതെ ഇടുമ്പോ കറക്റ്റ് ആയിരിക്കും. കറക്റ്റാ. നീ ഇതൊന്നും എടുത്തേ. ഏതാ? ആഷിന്റെ ഇതിന്റെ വലുതാണ് നോക്കി. 12 ഉണ്ട്. ഇത് 11. അതൊന്നോട് ഭർത്താവിന്റെ കാൽക്കല്ലായിരിക്കണം എപ്പോഴും ഭാര്യ. അതൊക്കെ പണ്ട്. ഇതൊന്നും മാറ്റിടാ. ഇപ്പോ എല്ലാ സ്ത്രീകളും സ്വയം പര്യാപ്തമാരാണ്. ഇത് കൊള്ളാം. ഉള്ളതിൽ ഇപ്പൊ ഭേദമല്ലേ? എന്താണ് ടയർഡാണല്ലോ? തലവേദനയോ? നമ്മൾ മോളെ കാണാനില്ല. എവിടെയാണോ? ഇവിടെയുള്ള ആൾക്കാർക്ക് ഇടങ്ങേറുണ്ടാക്കാനായിട്ട് അതെടുക്കാം അല്ലേ? ഓക്കെ, നമ്മള് വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മള് ഷൂ മേടിച്ച് അത്ര ഡിസ്കൗണ്ട് എല്ലാം കൂടെ കഴിച്ച അധികം രൂപ ആയില്ല അല്ലേ? എന്തായാലും വന്ന് നോക്കി തന്നായല്ലേ. ടോട്ടൽ എമൗണ്ട് എത്ര? 247. 247. 3 ഷൂ എടുത്തു, ഒരു സാൻഡൽ എടുക്കും. വണ്ടി ബാക്കിൽ അല്ലേ? ഒരു 3 ഷൂ എടുത്തു, ഒരു സാൻഡൽ എടുത്തു. അതിന് 247. നല്ല ഡീലാ അല്ലേ? എനിക്കെന്തോ ഹെൽത്ത് കെയർ ആയതിപ്പോ എന്തോ ഡിസ്കൗണ്ട് അതുണ്ട്. ഹെൽത്ത് കെയർ അതെ, ആരെയും വന്ന ആൾക്കാരുടെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. 10% അതിനും ഡിസ്കൗണ്ട് ഉണ്ട്. അതെല്ലാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന് മേളിലുണ്ട് 10%. പുള്ളിക്കാരൻ പറഞ്ഞു ഇനി. അപ്പൊ എന്റെ ഇമെയിൽ ഉള്ളത് കൊണ്ട് അത് കാണിച്ചു കൊടുത്തപ്പോ കാർഡ് എടുത്തില്ല. അപ്പൊ അങ്ങനെ അതിൽ നിന്നും കിട്ടിയ ഒരു 10%. ഇവിടെ ലോക്കി ഉണ്ടല്ലോ. ആബിനോട് ഇരുത്തിക്കോ, ഞാൻ വരുവാ. ലോക്കി ഉണ്ടല്ലോ. പൊക്കോട്ടോ. ഹലോ, അപ്പൊ ഞങ്ങള് വീട്ടില് എത്തി. ചെറിയൊരു ബ്രേക്കിന് ശേഷം ബ്രേക്ക് തന്നെ ഞങ്ങള് ഫുഡ് കഴിച്ചു. പെട്ടെന്ന് തന്നെ ചോറും കറി ഉണ്ടാക്കി കഴിച്ചു. ആബിക്ക് ഫുഡ് കൊടുത്തു.
അവളൊന്ന് കുളിപ്പിച്ചതേ അതൊക്കെ ആയിട്ട് ഞങ്ങള് കാറൊന്ന് വാഷ് ചെയ്യണം. ഞങ്ങള് കുറേ നാളത്തെ ഒരു പരിശ്രമമാണ് ഒന്ന് കാറൊന്ന് കഴുകിയെടുക്കാന്നുള്ളത്. ഇന്നാണ് അത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം ആവറായി. രാവിലെ തൊട്ട് നമ്മൾ പല സ്ഥലത്ത് പോയി അവിടെ പോയി ഷോപ്പിംഗ് ചെയ്തു, വീട്ടിൽ വന്നു. ഇനിയിപ്പോ വൈകുന്നേരം ഇപ്പൊ ഇവിടെ ഒരു 5:40 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ ഇവിടെ കാർ വാഷിങ്ങിന് നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ നമ്മൾ മറ്റേ കോയിലിട്ട് ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. 20 ഒരു നോട്ടാണ് കയ്യിൽ, അത് മാറ്റിയിട്ട് 20 നോട്ടാണ് ഇത് മാറ്റിയിട്ട് ഇവിടുന്ന് ചില്ലറ ആക്കാൻ പറ്റുന്ന നോട്ടാണ്. ഇവിടെ ചില്ലറ എടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്. വി ആർ സോറി വെൻഡിങ് മെഷീൻ ഈസ് നോട്ട് വർക്കിംഗ്. ഇവിടെ നോട്ടിട്ട ചില്ലറ വരുമെന്നാണ് പറയണത്. ഇട്ട് നോക്കാം. ആ വന്നുണ്ട്. അത് കൊള്ളാം. ഒന്നിൻ്റെ $1 ആട്ടോ എല്ലാം കിട്ടിയണേ. എത്ര 4 ഒന്ന് എണ്ണി നോക്കട്ടെ കേട്ടോ. കറക്റ്റ് 20 ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവിടെ ആയിട്ടോ വണ്ടിട്ടാണ്. ഇത് വാക്വത്തിൻ്റെ ഇതാണ് സംഭവം. നമ്മളിവിടെ കോയിൻ ഇടണം കണ്ടോ, $2 വെച്ച് ഇടണം. എന്നിട്ടാണ് ഇത് ഇറങ്ങാത്ത. എന്തേ ബാ ഇറങ്ങിപ്പോരെ. അവളവിടെ ഇരുന്നോളും, ഷൂവിൻ്റെ ആവശ്യമില്ല. അവളവിടെ ഇരുന്നോളും. വണ്ടിയുടെ ഇപ്പോഴത്തെ കോലം കാണിച്ചാലോ കണ്ടോ. അതെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ശരിയാവോന്ന് അറിയില്ല കേട്ടോ. ശരിയാണ്. ഇപ്പൊ ആകെ ചപ്പിളി പിടിച്ച് ചപ്പിളിന്നേ ഇപ്പൊ ആകെ ഇതായിട്ട് കിടക്കുക. ഞങ്ങൾ കുറേ ദിവസമായി, കുറേ നാളായി വണ്ടി സെറ്റ് ആക്കിയിട്ട്. അതെ, നമുക്ക് ആദ്യം ഇതിനകത്ത് വേസ്റ്റ് വർക്കെടുക്കാം. അത് ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്ന് വർക്കാം. ആബി വണ്ടി കയറി. എൻ്റെ വണ്ടി ആബി ഡോറിൽ നിന്ന് തുടങ്ങാം. ആദ്യം ആര്യയുടെ സീറ്റിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആര്യയുടെ സീറ്റിലാണ് ഏറ്റവും കൂടി പോലെ ക്ലിപ്പ് ഉണ്ടാവും. ഈ കിടക്കുന്ന വേസ്റ്റ് മൊത്തം ആര്യയുടെയാണ്. ഷൂ ഇട്ടിറങ്ങാം ആബി. അതാണ് ഞാൻ ആബിയുടെ ഷൂ തപ്പിയത്, മനസ്സിലായോ? ഇതെങ്കിൽ പിടിച്ചേ. പിടിക്ക്. പിടിച്ചോട്ടോ. ആദ്യം ഇത് പുറത്തേക്ക് എടുത്തേ. അപ്പൊ വേസ്റ്റ് പറക്കട്ടെ. ഇതെന്തടി? എന്തത്? ഇങ്ങ് പോരട്ടോ, അവിടെ റോഡാണ്. ആബിക്ക് ഇവള് തീറ്റ കൊടുത്തിട്ട് ഇട്ടേക്കണ കവറാണിത്. അതിപ്പോഴും ഫുഡുണ്ട്, ചീഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതാണത്. അതിന് പൊട്ടിയില്ലല്ലോ നാറാനായിട്ട്. എൻ്റെ അകത്ത് ചീഞ്ഞുണ്ടാവില്ലേ ഞാനാ. അകത്തെങ്ങനെ ചേർന്ന് അകത്ത് ചേർക്കുന്നത്? ആബി എന്തേടാ? പെട്ടെന്ന് ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് പറക്കിട്ട് ടോട്ടൽ വേസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ പണിയെടുക്കട്ടെ, അല്ലെങ്കിൽ ഇവള് പണിയെടുക്കില്ല, ക്യാമറ വെച്ചോണ്ടിരിക്കും. വാ അവരുടെ സീറ്റിൽ മൊത്തം ഫുഡായിരുന്നു. ഇനി അവളവിടെ അവളവിടെ അടിച്ചോരിക്കൊണ്ടിരിക്കുന്നുണ്ടോ സീറ്റ്. എന്താ ഇത് ആബിയുടെ ഭക്ഷണം. അത് മൊത്തം ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ട് ആബിക്ക്. ഇത് തരട്ടെ ആബി, പറക്കി. ആബിനോട് ഇരിക്കുക. ആബി എന്തൊക്കെ എടുക്കണേ? അതൊന്നും എടുക്കണ്ട കേട്ടോ. ആബിനെ ഇരുത്തി കഴിഞ്ഞാൽ അതൊക്കെ നമ്മള് വേസ്റ്റ് കളഞ്ഞ കവറിലേക്ക്. ആബി ഒരു രീതിയിൽ എടുക്കുന്നില്ല. $2 കേട്ടോ ഒരു ഒറ്റ ഇതിന്. എത്ര, 1 മിനിറ്റത്തേക്കാണോ? 4 മിനിറ്റത്തേക്ക് $2. ഓ 4 മിനിറ്റ് വാക്കം ചെയ്യണം അല്ലേ? അതെ, റെഡി ആയിട്ടിരിക്കണം. നമുക്ക് 1 സെക്കൻഡ് പോലും കളയാൻ പാടില്ല. ഞാൻ ഇടാ, നീ റെഡി ആയിട്ട് നിന്നു. മതി എന്നാ ഞാൻ അവിടെ നിൽക്കാം, നീ ചെറുതട്ടോ. ഞാൻ ഇപ്പറേക്കണം വന്നിട്ടിടാ കേട്ടോ. വന്ന് നോക്ക്. ഇത് എത്ര $? അത് $1 ഒരു കോയിൻ. ഓക്കെ, അപ്പോൾ 2 ഇടണ്ടേ? അപ്പോൾ 2 ഇട്. എന്താ
എന്നിട്ട് പോവാത്ത എന്നിട്ട് പോവാത്ത ഇട്ടേ മോളില് എവിടെയാണോ? ആ ഇത് എന്ത് ടീം അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്ന നമ്മളത് അങ്ങനെ വാക്കത്തിന്റെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടോ. അവിടെ ലാഭിച്ചു. അവിടെ $4 ഒതുക്കി. ഇവിടെ ഒരെണ്ണത്തിന് $3. എത്ര മിനിറ്റ്? ഇവിടെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഓപ്ഷൻസ് ഉണ്ടോ? ഇവിടെ സോപ്പ്, റിൻസ്, വാക്സ്, പിന്നെ ഫോം ബ്രഷ്. ഇതാണ് നമ്മൾ ആദ്യം ഒന്ന് റിൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫോം ബ്രഷ് ഇട്ട് അടിക്കും. റിൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയൊക്കെ പൊടി മണ്ണ് പോകാനായിട്ട്. ആ കോയിനിട്ടെ. ഇത് എത്ര മിനിറ്റ് ഒന്നുമില്ല അല്ലേ? ഏതാ ഇത്? 5 മിനിറ്റ് ആണോ? ഇത് കുറച്ച് സമയമുള്ളൂ. എന്തായാലും ഒരുപാട് നേരമില്ല. മറിക്കോ. ഞാൻ നനഞ്ഞു. വീഡിയോ എടുക്കാൻ നിന്നതാ. ഞാൻ കുളിച്ചു വെള്ളത്ത്. ഇവിടെ മോളുണ്ട് കേട്ടോ. ആ ഡിക്കുന്ന ഡെപ്പം എടുത്തേക്കാം. ഇച്ചിരി അതിനകത്തൊക്കെ പാർത്തെടുത്തേക്കാം. അങ്ങനെ അതെ എക്സ്റ്റീരിയർ ഒന്ന് ഒപ്പിച്ചെടുത്ത് ആര്യാണിത് കംപ്ലീറ്റ് ചെയ്തെന്ന് അറിയിക്കാൻ വേണ്ടി ഫൈനൽ ടച്ചിലേക്ക് കയറിയേക്കാണ്. പിന്നെ മൊത്തം കിടക്കൂലേ? എന്താ പൊന്ന് കൊച്ചേ. അകമുണ്ട്. അകം എന്ത് ഇവിടെ ചെളിയുണ്ട്. ഇനി നല്ല പണിയാ. ഞങ്ങൾ മറ്റേ മാറ്റെല്ലാം ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഫുള്ള് വെള്ള. ആ റബ്ബർ മാറ്റ് ഉണ്ടായിരുന്നു, കളഞ്ഞു. അതിൻ്റെ ഇടപാട് തീർന്നു. അതുകൊണ്ട് ഞങ്ങളത് കളഞ്ഞു. നല്ലൊരു സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അംഗം കഴിഞ്ഞ് വണ്ടി കഴി ഇറങ്ങിയല്ലേ. പറ്റാണ്ടായി ഉള്ളേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് 2 വർഷമായി. അവിടെ കാർ സീറ്റൊക്കെ സെറ്റ് ചെയ്തു. പോയേക്കാം നമുക്ക്. പോടി. നേരം എന്തേ സൺസെറ്റ് ആയി. സൺസെറ്റ് കഴിഞ്ഞു. നേരെ എത്രയായി? 9 മണി ആവറായി. 8:30 അല്ലേ? 8:30 എങ്ങാണ്ടായി. പറഞ്ഞു കിട്ടു പൈസന്റെ കൂടെ. അത് പറഞ്ഞില്ല അല്ലേ? ആ ഞങ്ങൾ ഇവിടുന്ന് ആബിയാണെങ്കിൽ അലമ്പ്, പൂര അലമ്പ്, കരച്ചിലും ബഹളവും അവർക്ക് നടക്കണം. എന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്കും റോഡല്ലേ, വണ്ടി വന്നറിയില്ലല്ലോ. എന്നിട്ട് പൈസയില് അതല്ല ഇത് കൂടെ പോവാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അറിയാണ്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു നീ അവളെ കൊണ്ട് പോക്കോളാൻ പറഞ്ഞു. അവളുടെ രശ്മിനെ പിക്ക് ചെയ്യാൻ വേണ്ടി കോളേജിൽ നിന്ന് അന്നേരം ഞങ്ങൾ പറഞ്ഞു അവളെ കൊണ്ടുപോക്കണം പറഞ്ഞു. അവൻ വന്നു, വാ അഭിന്ന് പറഞ്ഞു. അവള് കയറിപ്പോയി. അത് തന്നെ. അവള് ചാറ്റയില ഒന്നുമില്ല, കേറിയൊക്കെ പോയി. ആരുടെ കൂടെയാണ് എന്താണോ. അപ്പൊ ഞങ്ങളെന്നാ പെട്ടെന്ന് വണ്ടി എടുത്തിട്ടേ വണ്ടികൾ ഞങ്ങൾ റബ്ബർ മാറ്റ് കളഞ്ഞായിരുന്നു. അത് ഓർമ്മ എടുത്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ ഇടപാട് തരും നമ്മള്. വണ്ടി ഇച്ചിരി വൃത്തി ഉണ്ടല്ലേടി, വൃത്തിയൊക്കെ. ആ അന്ന് ഞങ്ങൾ കേറിട്ട് വാൾമാടി നിന്ന് സാധനം എടുക്കട്ടെ കേട്ടോ. നല്ലൊരു ഈവനിങ്ങാ. തണുപ്പുണ്ട് പക്ഷെ ചൂടല്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷെ നല്ല സ്കൈ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ നല്ല രസമില്ലേ. ഞങ്ങളിത് കാർ വാഷിങ് കഴിഞ്ഞിട്ട് ഇവിടെ കനഡിയൻ ടയറിൽ വന്നാണ്.
നമുക്ക് കാറിൻ്റെ അകത്തിടാൻ ഒരു മാറ്റ്, ഞങ്ങൾ മറ്റേ മാറ്റ് കളഞ്ഞു. അത് കുറേ നാളായിട്ടിട്ട് അത് പോയായിരുന്നു. അപ്പം അങ്ങനെ മാറ്റി നോക്കാനായിട്ട് ഇത് ഇവിടെ വന്നതാണ്. ഇത് ഓൾ സീസൺ അല്ല, പക്ഷേ ഓൾ സീസൺ അല്ലേ? ഇതൊക്കെ പല ഇതിൻ്റെയാണോ? അതായത് നമ്മുടെ ട്രക്കിൻ്റെ അങ്ങനെ ഡിഫറെൻറ്റ് ഉണ്ടോ? തിരക്കിട്ടില്ലല്ലോ. ഓൾ സീസൺ ആണോ അത്? അമ്മേനെ കൊണ്ടുപോകണല്ലോ അപ്പോ. അപ്പയ്ക്കുമ്മ ബൈ. പോവാ നമുക്ക്. പോവാ. വാ. അടുത്ത ദിവസം വരാം. അകത്തേക്കാണല്ലോ പോണേ. ആബി ഇപ്പൊ ഏതാണ്ട് സ്വന്തം തറവാട് പോലെയാണ് ഇവിടെ പെരുമാറുന്നത്. വരുന്നു പോകുന്നു. തണുപ്പുണ്ട് കേട്ടോ പൊന്ന. പിടിച്ചിറങ്ങ്. നമുക്ക് അമ്മ തൊപ്പി ഇറക്കി വെച്ചായിരുന്നു നിങ്ങളെ. പോട്ടെ, പിടിച്ചോപ്പാ. ഇച്ചിരി മല്ലിയില മേടിച്ച രേഷ്മയുടെ. അതെ, അവിടെ പോയി മല്ലിയില മേടിച്ചു. നോക്കി നടക്കാബി. ആബി ഇവിടെ നോക്ക. ആബി വണ്ടി ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കണ കേട്ടോ. അതൊക്കെ വണ്ടി ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കണേ. ഇനി ഞാൻ എന്റെ അകത്ത് എങ്ങനെ എന്തെങ്കിലും ചാടിച്ചാ ആബിക്ക് അപ്പ കൊല്ലു. 2 മണിക്കൂർ പണിയെടുത്ത്. 2.5 മണിക്കൂർ പണിയെടുത്ത്. ഹലോ, അതെ. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. കൺക്ലൂഷൻ പറഞ്ഞിട്ട് വന്നതേ. ഡ്രസ്സൊക്കെ ഒന്ന് മാറി. അല്ല, എന്താ ചിരി? എന്നെ കളിയാക്കിയതാണോ അബി? എന്നെ കളിയാക്കിയതാണോ? അപ്പോ ഞങ്ങൾ ഇനി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ സമയം 10 മണി. അറിയത്തില്ല എങ്ങനെയാന്നുള്ളത്. നിങ്ങൾ സവാള അരിയാൻ വേണ്ടി എടുത്താ. സവാള വലിപ്പം കാണിച്ചു കേട്ടോ. ഉരുളക്കിഴങ്ങ് പോലെയല്ലേ? എന്റെ കൈയുടെ വലിപ്പം അത്യാവശ്യം നല്ല വലിയ കൈ. എന്റെ കൈയുടെ അത്ര ഉണ്ട് സവാള. എല്ലാ സവാള അത്ര സൈസ് ഉണ്ട്. ഇതാണ് ഏറ്റവും വലുത്. ആ ശരിയാ. ഇത് 2 സവാളയുടെ വലിപ്പമുണ്ട്. ഇത് എന്ത് കുത്തി മായാണ് അറിയാം. അപ്പൊ ഞങ്ങൾ ഇനി എന്തെങ്കിലും കൊണ്ടാക്കി കഴിക്കട്ടെ. കഴിച്ച് ഇനിയിപ്പോ ഇച്ചായ നാളെ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് ഓഫാണ്. പിന്നെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയും അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ.